ഓം ശാന്തി. 15/9/25 പ്രഭാതമുരളി ബാബ് ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുകയാണ് നിങ്ങളെ കർമ്മ അകർമ്മ വികർമ്മങ്ങളുടെ ഗുഹ്യഗതി കേൾപ്പിക്കുവാൻ. എപ്പോഴാണോ ആത്മാവും ശരീരവും രണ്ടും പവിത്രമായിരിക്കുന്നത്, അപ്പോൾ കർമ്മം അകർമ്മം ആകുന്നു. പതീതം ആകുന്നതിലൂടെ വികർമ്മം ഉണ്ടാകുന്നു. ചോദ്യം: ആത്മാവിൽ തുരുമ്പ് കയറുന്നതിൻ്റെ കാരണം എന്താണ്? തുരുമ്പ് കയറിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അടയാളം എന്തായിരിക്കും? ഉത്തരം: തുരുമ്പ് കയറുന്നതിൻ്റെ കാരണമാണ് വികാരങ്ങൾ. പതീതം ആകുന്നതിലൂടെയാണ് തുരുമ്പ് കയറുന്നത്. അഥവാ ഇപ്പോൾ വരെയും തുരുമ്പ് കയറിയിരിക്കുന്നുവെങ്കിൽ അവർക്ക് പഴയ ലോകത്തിൻ്റെ ആകർഷണം ഉണ്ടായിക്കൊണ്ടിരിക്കും. ബുദ്ധി ക്രിമിനലിൻ്റെ നേർക്ക് പോയിക്കൊണ്ടിരിക്കും. ഓർമ്മയിൽ ഇരിക്കുവാൻ സാധിക്കില്ല. ഓം ശാന്തി. കുട്ടികൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞു. ഓം ശാന്തി എന്ന് പറയുന്നതിലൂടെ ഈ നിശ്ചയമുണ്ടാകുന്നു: നമ്മൾ ആത്മാക്കൾ ഇവിടെ വസിക്കുന്നവരല്ല, നമ്മൾ ശാന്തിധാം നിവാസികളാണ്. നമ്മുടെ സ്വധർമ്മം ശാന്തിയാണ്. വീട്ടിലിരിക്കുന്ന സമയം പിന്നെ ഇവിടെ വന്ന് പാർട്ട് അഭിനയിക്കുന്നു. കാരണം ശരീരത്തോടൊപ്പം കർമ്മം ചെയ്യേണ്ടി വരുന്നു. കർമ്മം ഒന്നാണ് നല്ലത്, രണ്ടാമത്തേത് മോശമായത്. കർമ്മം മോശമാകുന്നത് രാവണ രാജ്യത്തിലാണ്. രാവണ രാജ്യത്തിൽ എല്ലാവരുടെയും കർമ്മം വികർമ്മമായിരിക്കുന്നു. വികർമ്മം ഉണ്ടാകാത്തതായി ഒരു മനുഷ്യർ പോലുമില്ല. മനുഷ്യർ മനസ്സിലാക്കുന്നു, സാധു സന്യാസിമാർ തുടങ്ങിയവരിലൂടെ വികർമ്മം ഉണ്ടാവുക സാധ്യമല്ല, കാരണം അവർ പവിത്രമായിരിക്കുന്നു എന്ന് സന്യാസം ചെയ്തിരിക്കുകയാണ്. വാസ്തവത്തിൽ പവിത്രം എന്ന് ആരെയാണ് പറയുന്നത്? ഇത് തീർത്തും അറിയുന്നില്ല. പറയുന്നുമുണ്ട്, നമ്മൾ പതീതമാണ്. പതീത പാവനനെ വിളിക്കുന്നു. ആ ഒന്ന് വരാത്തതുവരെയും ലോകത്തിന് പാവനമാകുവാൻ സാധിക്കില്ല. ഇവിടെ ഇത് പതീതവും പഴയതുമായ ലോകമാണ്. അതിനാലാണ് പാവന ലോകത്തെ ഓർമ്മിക്കുന്നത്. പാവന ലോകത്തിലേക്ക് പോകുമ്പോൾ പതീത ലോകത്തെ ഓർമ്മിക്കുകയില്ല. ആ ലോകം തന്നെ വേറെയാണ്. ഓരോ പുതിയ വസ്തുവും പിന്നീട് പഴയതാകുന്നുവല്ലോ. പുതിയ ലോകത്തിൽ പതീതമായ ഒരാൾ പോലും ഉണ്ടാവുക സാധ്യമല്ല. പുതിയ ലോകത്തിൻ്റെ രചയിതാവാണ് പരംപിത പരമാത്മാവ്. ആ ഒന്ന് പതീത പാവനനാണ്. ആ ഒന്നിൻ്റെ രചനയും തീർച്ചയായും പാവനമാകേണ്ടതാണ്. പതീതത്തിൽ നിന്നും പാവനം, പാവനമായതിൽ നിന്നും പതീതം. ഈ കാര്യങ്ങൾ ലോകത്തിൽ ആരുടെയും ബുദ്ധിയിലിരിക്കുക സാധ്യമല്ല. കൽപ്പകൽപ്പങ്ങളിൽ ബാബ തന്നെ വന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികളായ നിങ്ങളിലും ചിലർ നിശ്ചയബുദ്ധി ആയതിനു ശേഷം പിന്നെ സംശയബുദ്ധിയാകുന്നു. മായ പൂർണ്ണമായും വിഴുങ്ങുന്നു. നിങ്ങൾ മഹാരഥികളാണല്ലോ. മഹാരഥികളെ തന്നെയാണ് പ്രഭാഷണത്തിനു വേണ്ടി വിളിക്കുന്നത്. മഹാരാജാക്കന്മാർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കണം. നിങ്ങൾ തന്നെയാണ് ആദ്യം പാവനവും പൂജ്യവുമായിരുന്നത്. ഇപ്പോഴാണെങ്കിൽ ഇത് പതീത ലോകമാണ്. പാവന ലോകത്തിൽ ഭാരതവാസികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾ ഭാരതവാസികൾ ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിലെ ഡബിൾ കിരീടധാരികളും സമ്പൂർണ്ണ നിർവികാരിയും ആയിരുന്നു. മഹാരഥികൾ ഇങ്ങനെയാണല്ലോ മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടത്. ഈ ലഹരിയിലൂടെ മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഭഗവാൻ ഉവാച: കാമചിതയിലിരുന്ന് കറുത്തു പോകുന്നു, പിന്നെ ജ്ഞാനചിതയിൽ ഇരിക്കുന്നതിലൂടെ വെളുത്തവരാകും. ഇപ്പോൾ ആരെല്ലാം മനസ്സിലാക്കിച്ചു കൊടുക്കുന്നുവോ അവർക്ക് കാമചിതയിൽ ഇരിക്കുക സാധ്യമല്ല.
എന്നാൽ ഇങ്ങനെയുമുണ്ട്, അതായത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ച് കാമചിതയിൽ ഇരുന്നു പോകുന്നു. ഇന്ന് ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു, നാളെ വികാരത്തിൽ വീണു പോകുന്നു. മായ വളരെ ബലവാനാണ്, കാര്യം ചോദിക്കുകയേ വേണ്ട. മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നവർ സ്വയം കാമചിതയിൽ ഇരിക്കുന്നു, പിന്നെ പശ്ചാത്തപിക്കുന്നു. ഇത് എന്താണ് സംഭവിച്ചത്? ബോക്സിംഗ് ആണല്ലോ. സ്ത്രീയെ കണ്ടു, ആകർഷണം വന്നു, മുഖം കറുപ്പിച്ചു. മായ വളരെ ദുഷ്കരമായ ഒന്നാണ്. പ്രതിജ്ഞ ചെയ്ത ശേഷം പിന്നെ വീഴുന്നു. അപ്പോൾ എത്ര 100 മടങ്ങ് ശിക്ഷയുണ്ടാകുന്നു. അവരാകട്ടെ ശൂദ്രനെ പോലെ പതീതമായി പോയി. പാടപ്പെട്ടിട്ടുണ്ട്, അമൃത കുടിച്ച ശേഷം പിന്നെ പുറത്തുപോയി മറ്റുള്ളവരെ ശല്യം ചെയ്യുമായിരുന്നു, മോശമായത് ചെയ്യുമായിരുന്നു എന്ന്. 2 കൈ തട്ടിയാലേ ശബ്ദമുണ്ടാവുകയുള്ളൂ. ഒന്നിലൂടെ ശബ്ദമുണ്ടാവുക സാധ്യമല്ല. 2 പേരും മോശമാകുന്നു. പിന്നെ ചിലരാണെങ്കിൽ സമാചാരം നൽകുന്നു, ചിലർ പിന്നെ ലജ്ജ കാരണം സമാചാരം നൽകുന്നില്ല. മനസ്സിലാക്കുന്നു, ബ്രാഹ്മണ കുലത്തിൻ്റെ പേര് എവിടെയെങ്കിലും മോശമായി പോകരുത് എന്ന്. യുദ്ധത്തിൽ ചിലർ തോൽക്കുന്നു, അപ്പോൾ ജയഘോഷവും ഉണ്ടാകുന്നു. ഇത്രയും വലിയ ഗുസ്തിക്കാരനെയും വീഴ്ത്തി. ഇങ്ങനെ ധാരാളം ആക്സിഡന്റ് ഉണ്ടാകുന്നു. മായ അടിക്കുന്നു. വളരെ വലിയ ലക്ഷ്യമാണല്ലോ. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നു, ആരാണോ സദോ പ്രധാനവും വെളുപ്പും ആയിരുന്നത് അവർ തന്നെ കാമചിതയിൽ ഇരിക്കുന്നതിലൂടെ കറുപ്പും തമോ പ്രധാനം ആയിരിക്കുന്നു. രാമനെയും കറുപ്പായാണ് ഉണ്ടാക്കുന്നത്. വളരെ പേരുടെ ചിത്രങ്ങൾ കറുത്തതാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ മുഖ്യമായവരുടെ കാര്യമാണ് മനസ്സിലാക്കിക്കുന്നത്. ഇവിടെയും രാമചന്ദ്രൻ്റേത് കറുത്ത ചിത്രമാണ്. അവരോട് ചോദിക്കണം, എന്തുകൊണ്ടാണ് കറുപ്പാക്കിയത്? പറയും, ഇത് ഈശ്വരൻ നിശ്ചയിച്ചതാണ്. ഇതാണ് തുടർന്നു വരുന്നത്. എന്തുകൊണ്ടുണ്ടാകുന്നു, എന്താണ് ഉണ്ടാകുന്നത്, ഇതൊന്നും അറിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കാമചിതയിൽ ഇരിക്കുന്നതിലൂടെ പതീതവും ദുഃഖിയും വർത്ത് നോട്ട് പെന്നിയും ആകുന്നു. അത് നിർവികാരി ലോകമാണ്, ഇത് വികാരി ലോകമാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടതാണ്. ഇത് സൂര്യവംശി, ഇത് ചന്ദ്രവംശി, പിന്നെ വൈശ്യവംശിയും ആവുക തന്നെ വേണം. വാമമാർഗത്തിൽ വരുന്നതിലൂടെ പിന്നെ അവരെ ദേവത എന്ന് പറയുകയില്ല. ജഗന്നാഥന്റെ ക്ഷേത്രത്തിൽ മുകളിൽ ദേവതമാരുടെ കുലം കാണിക്കുന്നു. ഡ്രസ് ദേവതമാരുടേതാണ്. ആക്ടിവിറ്റി വളരെ മോശമായത് കാണിക്കുന്നു. ബാബ ഏത് കാര്യങ്ങളിലാണോ അറ്റൻഷൻ വരുത്തുന്നത് അതിൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ക്ഷേത്രങ്ങളിൽ വളരെയധികം സർവീസ് നടക്കുക സാധ്യമാണ്. ശ്രീനാഥ ക്ഷേത്രത്തിലും മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. ചോദിക്കണം, ഇവരെ എന്തുകൊണ്ടാണ് കറുത്തതായി ഉണ്ടാക്കിയിരിക്കുന്നത്? ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അത് ഗോൾഡൻ ഏജ് ആണ്, ഇത് അയൺ ഏജ് ആണ്. തുരുമ്പ് കയറുന്നുവല്ലോ. ഇപ്പോൾ നിങ്ങളുടെ തുരുമ്പ് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആരാണോ ഓർമ്മിക്കുകയേ ചെയ്യാത്തത് എങ്കിൽ തുരുമ്പും നീങ്ങുകയില്ല. വളരെയധികം തുരുമ്പ് കയറിയിട്ടുണ്ട് എങ്കിൽ അവർക്ക് പഴയ ലോകത്തിൻ്റെ ആകർഷണം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഏറ്റവും വലിയ തുരുമ്പ് കയറുന്നത് തന്നെ വികാരങ്ങൾ കാരണമാണ്. പതീതവും അത് കാരണമാണ് ആയത്. തൻ്റെ പരിശോധന നടത്തണം. നമ്മുടെ ബുദ്ധി ക്രിമിനൽ ഭാഗത്തേക്ക് പോകുന്നില്ലല്ലോ. നല്ല നല്ല ഫസ്റ്റ് ക്ലാസ് കുട്ടികളും ഫെയിലായി പോകുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ഈ അറിവ് ലഭിച്ചിട്ടുണ്ട്. മുഖ്യമായ കാര്യം തന്നെ പവിത്രതയുടേതാണ്. തുടക്കം മുതൽ ഇതിൻ്റെ മേൽ തന്നെയാണ് വഴക്കുകൾ തുടർന്നു വന്നത്. ബാബ തന്നെയാണ് ഈ യുക്തി രചിച്ചത്. എല്ലാവരും പറയുമായിരുന്നു, നമ്മൾ ജ്ഞാനാമൃതം കുടിക്കുവാൻ പോകുന്നു.
ജ്ഞാനാമൃതം ഉള്ളത് ജ്ഞാനസാഗരന്റെ അടുക്കലാണ്. ശാസ്ത്രങ്ങൾ പഠിക്കുന്നതിലൂടെയാണെങ്കിൽ ആർക്കും പതീതത്തിൽ നിന്നും പാവനമാകുവാൻ സാധിക്കില്ല. പാവനമായി പിന്നെ പാവന ലോകത്തിൽ പോകണം. ഇവിടെ പാവനമായ ശേഷം പിന്നെ എവിടെ പോകും? ലോകത്തുള്ളവർ മനസ്സിലാക്കുന്നു ഇന്നയാൾ മോക്ഷം നേടി എന്ന്. അവർക്കെന്തറിയാം? അഥവാ മോക്ഷം നേടിയെങ്കിൽ പിന്നെ അവരുടെ ക്രിയാകർമ്മങ്ങളും മറ്റും ചെയ്യുക സാധ്യമല്ല. ഇവിടെ ജ്യോതിയും മറ്റും തെളിക്കുന്നു, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ, അന്ധകാരത്തിൽ കാൽ തട്ടി വീഴാതിരിക്കാൻ. ആത്മാവാണെങ്കിൽ ഒരു ശരീരം ഉപേക്ഷിച്ച് രണ്ടാമതൊന്ന് പോയി എടുക്കുന്നു. ഒരു സെക്കൻഡിന്റെ കാര്യമാണ്. അന്ധകാരം പിന്നെ എവിടെ നിന്നും വന്നു? ഈ സമ്പ്രദായം തുടർന്നു വരുന്നു. നിങ്ങളും ചെയ്തിരുന്നു. ഇപ്പോൾ യാതൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയാം, ശരീരമാണെങ്കിൽ മണ്ണായി തീർന്നു. അവിടെ ഇങ്ങനെയുള്ള ആചാര സമ്പ്രദായങ്ങൾ ഉണ്ടായിരിക്കുന്നില്ല. ഇക്കാലത്ത് റിദ്ധി സിദ്ധിയുടെ കാര്യങ്ങളിൽ കാര്യമൊന്നുമില്ല. ആർക്കെങ്കിലും ചിറക് വന്നു എന്ന് വിചാരിക്കുക, പറക്കുവാൻ തുടങ്ങുന്നു. പിന്നെ എന്താണ്? അതിലൂടെ എന്ത് നേട്ടമാണ് ലഭിക്കുക? ബാബയാണെങ്കിൽ പറയുന്നു, എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ വികർമ്മം വിനാശമാകും. ഇത് യോഗ അഗ്നിയാണ്. അതിലൂടെ പതീതത്തിൽ നിന്നും പാവനമാകും. നോളജിലൂടെ ധനം ലഭിക്കുന്നു. യോഗത്തിലൂടെ എവർ ഹെൽത്തിയും പവിത്രവും, ജ്ഞാനത്തിലൂടെ എവർ വെൽത്തിയും ധനവാനും ആകുന്നു. യോഗിയുടെ ആയുസ് എപ്പോഴും നീണ്ടതായിരിക്കും, ഭോഗിയുടേത് കുറവാണ്. കൃഷ്ണനെ യോഗേശ്വരൻ എന്ന് പറയുന്നു. ഈശ്വരന്റെ ഓർമ്മയിലൂടെയാണ് കൃഷ്ണനായത്. കൃഷ്ണനെ സ്വർഗത്തിൽ യോഗേശ്വരൻ എന്ന് പറയില്ല. കൃഷ്ണൻ പ്രിൻസാണ്. കഴിഞ്ഞ ജന്മം ഇങ്ങനെയുള്ള കർമ്മം ചെയ്തിട്ടുണ്ട്. അതിലൂടെയാണ് ഇതായത്. കർമ്മം, അകർമ്മം, വികർമ്മം, ഇതിന്റെ ഗതിയും ബാബ മനസ്സിലാക്കിച്ചു തന്നു. പകുതി കൽപ്പം രാമരാജ്യം, പകുതി കൽപ്പം രാവണരാജ്യവുമാണ്. വികാരത്തിൽ പോവുക, ഇത് ഏറ്റവും വലിയ പാപമാണ്. എല്ലാവരും സഹോദരിയും സഹോദരനുമാണല്ലോ. ആത്മാക്കളെല്ലാം സഹോദരന്മാരാണ്. ഭഗവാന്റെ സന്താനം ആയ ശേഷം പിന്നെ ക്രിമിനൽ അസോൾട്ട് എങ്ങനെ ചെയ്യുന്നു? നമ്മൾ കേസ് വികാരത്തിൽ പോവുക സാധ്യമല്ല. ഈ യുക്തിയിലൂടെ തന്നെയാണ് പവിത്രമായിരിക്കുവാൻ സാധിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ രാവണ രാജ്യം സമാപ്തമാകുന്നു. പിന്നെ ഓരോ ആത്മാവും പവിത്രമായി മാറുന്നു. അതിനെയാണ് പറയുന്നത് വീടുകൾ തോറും പ്രകാശം എന്ന്. നിങ്ങളുടെ ജ്യോതി ജ്വലിച്ചിരിക്കുന്നു. ജ്ഞാനത്തിന്റെ മൂന്നാമത്തെ നേത്രം ലഭിച്ചു. സത്യയുഗത്തിൽ എല്ലാവരും പവിത്രമായി തന്നെ ഇരിക്കുന്നു. ഇതും നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു. മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിൻ്റെ ശക്തിയും കുട്ടികളിൽ നമ്പർ വാറായാണ് ഇരിക്കുന്നത്. നമ്പർ വാറായാണ് ഓർമ്മയിലിരിക്കുന്നത്. രാജധാനി എങ്ങനെയാണ് സ്ഥാപിതമാകുന്നത് എന്നത് ആരുടെയും ബുദ്ധിയിലുണ്ടാകില്ല. നിങ്ങൾ സേനയാണല്ലോ, അറിയുന്നുണ്ട്. ഓർമ്മയുടെ ബലത്തിലൂടെ പവിത്രമായി നമ്മൾ രാജാവും റാണിയും ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അടുത്ത ജന്മത്തിൽ ഗോൾഡൻ സ്പൂൺ ഇൻ മൗത്ത് ഉണ്ടാകും. വലിയ പരീക്ഷ പാസ്സാകുന്നവർ പദവിയും വലുതാണ് നേടുന്നത്. വ്യത്യാസം ഉണ്ടാകുന്നുവല്ലോ. എത്ര പഠനം അത്രയും സുഖം. ഇതാണെങ്കിൽ ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. ഈ ലഹരി കയറിയിട്ടുണ്ടാകേണ്ടതാണ്. ചോബുച്ചീനി, അതായത് ശക്തിക്കും പോഷണത്തിനുമുള്ളത് ലഭിക്കുകയാണ്. ഭഗവാൻ ഇല്ലാതെ ഇങ്ങനെ ഭഗവാൻ ഭഗവതി ആര് ആക്കുവാനാണ്? നിങ്ങൾ ഇപ്പോൾ പതീതത്തിൽ നിന്നും പാവനമായി കൊണ്ടിരിക്കുന്നു. പിന്നെ ജന്മജന്മാന്തരങ്ങളിലേക്ക് സുഖമുള്ളവരായി മാറും. ഉയർന്ന പദവി നേടും. പഠിച്ച് പഠിച്ച് പിന്നെ മോശമായി മാറുന്നു.
ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ പിന്നെ ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം അടഞ്ഞു പോകുന്നു. മായ വളരെ ബലവാനാണ്. ബാബ സ്വയം പറയുന്നു, വലിയ പ്രയത്നമുണ്ട്. ഞാൻ എത്ര പ്രയത്നിക്കുന്നു ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ വന്ന്. എന്നാൽ മനസ്സിലാക്കിയ ശേഷം എന്നിട്ടും പറയുന്നു, ഇങ്ങനെ ഉണ്ടാവുക സാധ്യമല്ല. ശിവ് ബാബ വന്ന് പഠിപ്പിക്കുക എന്നത് നമ്മൾ അംഗീകരിക്കുകയില്ല. ഇത് കബളിപ്പിക്കലാണ്. ഇങ്ങനെ പറയുന്നു. രാജധാനി സ്ഥാപിതമാവുക തന്നെ ചെയ്യും പറയുന്നുണ്ടല്ലോ. സത്യത്തിൻ്റെ തോണി കുലുങ്ങുന്നു, പക്ഷേ മുങ്ങിപ്പോകുന്നില്ല. എത്ര വിഘ്നമാണ് വരുന്നത്. ശരി, മധുരമധുരമായ സിഖില്ലതെ പ്രകാശ രത്നങ്ങൾക്ക്, ശ്യാമത്തിൽ നിന്നും സുന്ദരമാകുന്ന ആത്മാക്കൾക്ക് മാതാവും പിതാവുമായ ബാപ് ദാദയുടെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹത്തോടു കൂടിയ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: യോഗത്തിൻ്റെ അഗ്നിയിലൂടെ വികാരങ്ങളുടെ തുരുമ്പ് നീക്കം ചെയ്യണം. തൻ്റെ പരിശോധന നടത്തണം. നമ്മുടെ ബുദ്ധി ക്രിമിനൽ ഭാഗത്തേക്ക് പോകുന്നില്ലല്ലോ. നിശ്ചയബുദ്ധി ആയതിനു ശേഷം പിന്നെ ഒരിക്കലും ഏതെങ്കിലും കാര്യത്തിൽ സംശയം ഉയർത്തരുത്. വികർമ്മങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഏതൊരു കർമ്മവും തൻ്റെ സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്ത് ബാബയുടെ ഓർമ്മയിൽ ചെയ്യണം. വരദാനം: ശ്രേഷ്ഠ പാലനയുടെ വിധിയിലൂടെ അഭിവൃദ്ധി ഉണ്ടാക്കുന്ന സർവരുടെയും അനുമോദനങ്ങൾക്ക് പാത്രമായി ഭവിക്കട്ടെ. സംഗമയുഗം അനുമോദനങ്ങളിലൂടെ അഭിവൃദ്ധി നേടുന്നതിൻ്റെ യുഗമാണ്. ബാബയുടെയും പരിവാരത്തിൻ്റെയും അനുമോദനങ്ങളിലൂടെ തന്നെയാണ് കുട്ടികളായ നിങ്ങൾ പാലിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അനുമോദനങ്ങളിലൂടെ തന്നെ നൃത്തമാടിയും പാടിയും പാലിക്കപ്പെട്ടും പറന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാലനയും വണ്ടർഫുള്ളാണ്. അപ്പോൾ കുട്ടികളായ നിങ്ങളും വിശാല ഹൃദയത്തോടെ ദയയുടെ ഭാവനയിലൂടെ ദാതാവായി ഓരോ നിമിഷവും പരസ്പരം വളരെ നല്ലത് വളരെ നല്ലത് എന്ന് പറഞ്ഞ് അനുമോദനങ്ങൾ നൽകിക്കൊണ്ടിരിക്കൂ. ഇതുതന്നെയാണ് പാലനയുടെ ശ്രേഷ്ഠ വിധി. ഈ വിധിയിലൂടെ സർവരുടെയും പാലന ചെയ്തുകൊണ്ടിരിക്കൂ. അപ്പോൾ അനുമോദനങ്ങൾക്ക് പാത്രമായി മാറും. സ്ലോഗൻ: തൻ്റെ സ്വഭാവം സരളമാക്കണം. ഇതുതന്നെയാണ് പരിഹാര സ്വരൂപമാകാനുള്ള സഹജവിധി. മാതേശ്വരിജിയുടെ അമൂല്യ മഹാവാക്യങ്ങൾ. പുരുഷാർത്ഥത്തിൻ്റെയും പ്രാപ്തിയുടെയും തയ്യാറാക്കപ്പെട്ട അനാദിയായ ഡ്രാമ. മാതേശ്വരി: പുരുഷാർത്ഥവും പ്രാപ്തിയും രണ്ട് കാര്യങ്ങളാണ്. പുരുഷാർത്ഥത്തിലൂടെയാണ് പ്രാപ്തി ഉണ്ടാകുന്നത്. ഈ അനാദി സൃഷ്ടിയുടെ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആരാണോ ആദി സനാതന ഭാരതവാസി പൂജ്യരായിരുന്നു, അവർ തന്നെ പിന്നെ പൂജാരിയായി. പിന്നെ അതേ പൂജാരികൾ പുരുഷാർത്ഥം ചെയ്ത് പൂജ്യരാകും. ഈ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നതിൻ്റെ അനാദിയായ ഡ്രാമയുടെ കളി ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. ജിജ്ഞാസു: മാതേശ്വരി, എനിക്കും ഈ ചോദ്യം വരുന്നു. ഈ ഡ്രാമ ഇങ്ങനെ തയ്യാറാക്കപ്പെട്ടതാണ് എങ്കിൽ പിന്നെ മുകളിലേക്ക് കയറേണ്ടത് ഉണ്ടെങ്കിൽ സ്വയമേ കയറും. പിന്നെ പുരുഷാർത്ഥം ചെയ്യുന്നതിൻ്റെ നേട്ടം തന്നെ എന്താണ്? ആര് കയറുമോ വീണ്ടും ഇറങ്ങും. പിന്നെ ഇത്രയും പുരുഷാർത്ഥം എന്തിനു ചെയ്യണം? മാതേശ്വരി, താങ്കൾ പറയണം, ഈ ഡ്രാമ അതേപോലെ റിപ്പീറ്റ് ആകുന്നുവെങ്കിൽ ഓൾമൈറ്റിയായ പരമാത്മാവ് സദാ ഇങ്ങനെയുള്ള കളി കണ്ട് സ്വയം ക്ഷീണിച്ചു പോകുന്നില്ലേ? ഏതുപോലെ 4 ഋതുക്കളിൽ തണുപ്പ്, ചൂട് തുടങ്ങിയവയുടെ വ്യത്യാസം ഉണ്ടായിരിക്കുന്നത് പോലെ ഈ കളിയിൽ വ്യത്യാസം വരികയില്ലേ? മാതേശ്വരി:
ഇതാണ് ഈ ഡ്രാമയുടെ വിശേഷത. അതേപോലെ റിപ്പീറ്റ് ആകുന്നു. ഈ ഡ്രാമയിൽ ഇനിയും വിശേഷതയുണ്ട്. റിപ്പീറ്റ് ആയാലും നിത്യവും പുതിയതായി തോന്നും. മുൻപ് സ്വയം തനിക്കും ഈ ശിക്ഷണം ഉണ്ടായിരുന്നില്ല. എന്നാൽ നോളജ് ലഭിച്ചപ്പോൾ എന്തെല്ലാമാണോ സെക്കൻഡ് ബൈ സെക്കൻഡ് നടക്കുന്നത്, അത് അതേപോലെ കഴിഞ്ഞ കൽപ്പത്തിൽ ഉള്ളതാണ് നടക്കുന്നത്. പക്ഷേ അതിനെ സാക്ഷിയായി മനസ്സിലാക്കി നോക്കുമ്പോൾ നിത്യവും പുതിയതായി മനസ്സിലാക്കുന്നു. ഇപ്പോൾ സുഖവും ദുഃഖവും രണ്ടിൻ്റെയും തിരിച്ചറിവ് ലഭിച്ചു. അതിനാൽ ഇങ്ങനെ മനസ്സിലാക്കരുത്, അഥവാ ഫെയിലാവുക തന്നെ വേണം എന്നാണെങ്കിൽ പിന്നെ എന്തിനു പഠിക്കണം? ഇങ്ങനെ പാടില്ല. എങ്കിൽ പിന്നെ ആഹാരം ലഭിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ തനിയെ ലഭിച്ചുകൊള്ളും എന്ന് മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ ഇത്രയും പ്രയത്നിച്ച് സമ്പാദിക്കുന്നത് തന്നെ എന്തിനാണ്? അതേപോലെ നമ്മളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കയറുന്ന കലയുടെ സമയം വന്നിരിക്കുന്നു. അതേ ദേവതാകുലം സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ തന്നെ സുഖം എടുത്തുകൂടാ? നോക്കൂ, ഇപ്പോൾ ആരെങ്കിലും ജഡ്ജിയാകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ പുരുഷാർത്ഥം ചെയ്താലല്ലേ ആ ഡിഗ്രി കരസ്ഥമാക്കാൻ സാധിക്കൂ. അഥവാ അതിൽ ഫെയിലായി പോയെങ്കിൽ പ്രയത്നം തന്നെ പാഴായി പോകുന്നു. പക്ഷേ ഈ അവിനാശി ജ്ഞാനത്തിൽ പിന്നെ അങ്ങനെ ഉണ്ടാകുന്നില്ല. അല്പം പോലും ഈ അവിനാശി ജ്ഞാനത്തിൻ്റെ വിനാശം ഉണ്ടാകുന്നില്ല. ഇത്രയും പുരുഷാർത്ഥം ചെയ്യാതെ ദേവത റോയൽ കുലത്തിൽ വന്നില്ലെങ്കിൽ പോലും, അഥവാ കുറഞ്ഞ പുരുഷാർത്ഥമാണ് ചെയ്തതെങ്കിൽ പോലും ആ സത്യയോഗി ദേവതാ പ്രജയിൽ വരാൻ സാധിക്കും. എന്നാൽ പുരുഷാർത്ഥം ചെയ്യണം എന്നത് ആവശ്യമാണ്. കാരണം പുരുഷാർത്ഥത്തിലൂടെ തന്നെയാണ് പ്രാപ്തി ഉണ്ടാകുന്നത്. ബലിഹാരി, അതായത് മഹിമ, പുരുഷാർത്ഥത്തിൻ്റെതാണ് പാടപ്പെട്ടിട്ടുള്ളത്. ഈ ഈശ്വരീയ നോളജ് സർവ മനുഷ്യ ആത്മാക്കൾക്കും വേണ്ടി ഉള്ളതാണ്. ആദ്യം സ്വയം ഒരു മുഖ്യ പോയിന്റ് ചിന്തയിൽ തീർച്ചയായും വെക്കണം. ഈ മനുഷ്യ സൃഷ്ടി വൃക്ഷത്തിൻ്റെ ബീജരൂപം പരമാത്മാവാണ് എന്നിരിക്കെ ആ പരമാത്മാവിലൂടെ ഏത് നോളജാണോ പ്രാപ്തമായിക്കൊണ്ടിരിക്കുന്നത് അത് എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും ആവശ്യമാണ്. എല്ലാ ധർമ്മത്തിലുള്ളവർക്കും ഈ നോളജ് എടുക്കുന്നതിൻ്റെ അധികാരമുണ്ട്. ഓരോ ധർമ്മത്തിൻ്റെയും നോളജ് അവരവരുടേത് തന്നെയാണ്. ഓരോരുത്തരുടെയും ശാസ്ത്രം അവരവരുടേതാണ്. ഓരോരുത്തരുടെയും മതം അവരവരുടേതാണ്. ഓരോരുത്തരുടെയും സംസ്കാരം അവരവരുടേതാണ്. എന്നാൽ ഈ നോളജ് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അവർക്ക് ഈ ജ്ഞാനം എടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും, നമ്മുടെ കുലത്തിൽ വരാതിരിക്കുകയാണ് എങ്കിൽ പോലും, എല്ലാവരുടെയും പിതാവായത് കാരണം ആ ഒന്നുമായി യോഗം വയ്ക്കുന്നതിലൂടെ പിന്നെയും പവിത്രം തീർച്ചയായും ആകും. ഈ പവിത്രത കാരണം തൻ്റെ തന്നെ സെക്ഷനിൽ പദവി തീർച്ചയായും നേടും. കാരണം യോഗത്തെയാണെങ്കിൽ എല്ലാ മനുഷ്യരും അംഗീകരിക്കുന്നു. വളരെയധികം മനുഷ്യർ ഇങ്ങനെ പറയുന്നു, നമുക്കും മുക്തി വേണം. എന്നാൽ ശിക്ഷകളിൽ നിന്നും ഒഴിവായി മുക്തമാകാനുള്ള ശക്തിയും ഈ യോഗത്തിലൂടെ ലഭിക്കുന്നത് സാധ്യമാണ്. ശരി. ഓം ശാന്തി. അവ്യക്ത സൂചന. ഇപ്പോൾ സ്നേഹത്തിൻ്റെ അഗ്നിയെ പ്രജ്വലിതമാക്കി യോഗത്തെ ജ്വാലാരൂപമാക്കൂ. കുട്ടികളായ നിങ്ങളുടെ അടുക്കൽ പവിത്രതയുടെ മഹാൻ ശക്തിയുണ്ട്. ഈ ശ്രേഷ്ഠ ശക്തി തന്നെയാണ് അഗ്നിയുടെ കാര്യം ചെയ്യുന്നത്. അത് സെക്കൻഡിൽ വിശ്വത്തിലെ മാലിന്യത്തെ ഭസ്മമാക്കാൻ സാധിക്കും. എപ്പോഴാണോ ആത്മാവ് പവിത്രതയുടെ സമ്പൂർണ്ണ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നത്, അപ്പോൾ ആ സ്ഥിതിയുടെ ശ്രേഷ്ഠ സങ്കല്പത്തിലൂടെ സ്നേഹത്തിൻ്റെ അഗ്നി പ്രജ്വലിതമാകുന്നു. മാലിന്യം ഭസ്മമാകുന്നു.
വാസ്തവത്തിൽ ഇതുതന്നെയാണ് യോഗജ്വാല. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ തൻ്റെ ഈ ശ്രേഷ്ഠ ശക്തിയെ കാര്യത്തിൽ വിനിയോഗിക്കൂ. മെഡിറ്റേഷൻ. അന്തർമുഖമായി ഞാൻ ബാഹ്യ സങ്കല്പങ്ങളെ ഉപേക്ഷിക്കുന്നു. ദിവ്യവും ചൈതന്യവുമായ എൻ്റെ ആത്മസ്വരൂപം ചിത്തത്തിൽ തെളിഞ്ഞു വരുന്നു. ഈ ആത്മസ്വരൂപത്തിൽ മനസ്സിനെ സ്ഥിരമാക്കുമ്പോൾ സത്യമായ ശാന്തിക്കും ആനന്ദത്തിനും നിദാനമായ ആത്മസ്ഥിതിയിൽ ഞാൻ എത്തിച്ചേരുന്നു. ഈ സ്ഥിതിയിൽ ശാന്തിയും സുഖവും ആനന്ദവും ശക്തിയും പവിത്രതയും സ്നേഹവും എൻ്റെ മൗലിക ഗുണങ്ങളായി ഞാൻ അനുഭവിക്കുന്നു. ആത്മസ്ഥിതിയുടെ ഈ ശ്രേഷ്ഠ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ അനന്തമായ ഐശ്വര്യ സമ്പത്തുകൾ സംഗമയുഗത്തിൽ പ്രദാനം ചെയ്യുന്ന ശിവപരമാത്മാവിൻ്റെ മംഗളസ്വരൂപം എൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞു വരുന്നു. പ്രശാന്ത സുന്ദരമായ നിരാകാരി ലോകത്തിൽ നിരാകാരനായ ശിവപരമാത്മാവിൻ്റെ സമീപം ഞാൻ സ്ഥിതി ചെയ്യുന്നു. പരമാത്മാവിൻ്റെ ഈ ദിവ്യ സാന്നിധ്യം എനിക്ക് അനന്തമായ ആനന്ദം പകർന്നു നൽകുന്നു. സർവജ്ഞനും സർവശക്തിമാനുമായ പരമാത്മാവിനോട് സ്നേഹഭാവം എൻ്റെ ഉള്ളിൽ ഉദയം ചെയ്യുന്നു. ഈ സ്നേഹനിർഭരമായ ആത്മാ പരമാത്മാ കൂടിക്കാഴ്ചയിൽ ചിത്തത്തിലെ സർവ ദൗർബല്യങ്ങളും ക്ഷയിക്കുന്നു. പൂർവജന്മ പാപങ്ങൾ യോഗജ്വാലയിൽ ഭസ്മമാകുന്നു. ആത്മാവ് പരമാത്മാ പ്രാപ്തികളാൽ ഈശ്വരീയ സമ്പത്തിനാൽ സമ്പന്നമായി മാറുന്നു.
ആത്മസമ്പന്നതയുടെയും സംതൃപ്തിയുടെയും സ്വരൂപമായി ഞാൻ ദേഹമാകുന്ന രഥത്തിലെ അകാല സിംഹാസനത്തിൽ വിരാജിക്കുന്നു.